കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. പല കുടുംബങ്ങളിലും പല ആൾക്കാരും വിളിച്ചു പറയുന്നതായിട്ടുള്ളൊരു വിഷയമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഒലച്ചിൽ, അല്ലെങ്കിൽ അവിടെ എന്നും വഴക്കാണ്. ഞാനും എൻ്റെ ഭർത്താവുമായിട്ട് എന്നും വഴക്കാണ്, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് എന്നും വഴക്കാണ്, അന്യോന്യം എപ്പം കണ്ടെന്ന് പറഞ്ഞാലും വഴക്കാണ്. ഇതെന്താണ് ജോത്സ്യരെ ഇങ്ങനെ? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ച എല്ലാ പ്രാവശ്യവും അമ്പലത്തിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് വഴക്ക് നടക്കാൻ? എന്നാൽ സന്ധ്യ കഴിയുമ്പോൾ നല്ല സ്നേഹവും അല്ല, അതിന് മുമ്പുള്ള സമയങ്ങളിലെല്ലാം വഴക്കാണ്, എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാകണം, പെങ്ങളാകണം, കാമുകിയാകണം, വെപ്പാട്ടിയാകണം, എല്ലാം ഒരു സ്ത്രീയുടെ ധർമ്മമാണ്, ഇല്ലേ? അവരപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ വഴക്കുണ്ടാക്കുന്നത്. അതൊന്നുമല്ല സാറേ, ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അല്ല ഇങ്ങോട്ട് പോകുമ്പോഴും അപ്പുറത്തോട്ട് പോകുമ്പോഴും എല്ലാം എന്തെങ്കിലും പുള്ളിക്കാരിക്ക് പറഞ്ഞിരിക്കണം. ഒന്ന് ഉടുപ്പ് വെള്ളത്തിൽ നല്ല ഉൾപ്പെടുത്തുന്നുണ്ട് പോകും മനുഷ്യ. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നല്ല കാര്യമായിട്ട് ചെന്ന് കയറുമ്പോൾ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടി, ഇന്ന് ചെയ്യേണ്ട കാര്യമാണോ? അല്ല 2 കിലോ കപ്പ് മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ പറയും ഇത് ഇന്നാണോ ചെയ്യേണ്ടി, ഇനി നാളെ പോരാ, എനിക്കിനി ഇന്ന് രാത്രി ഇത് പൊളിച്ചെടുക്കാൻ വയ്യ. ഇതൊക്കെയാണ് സിമ്പിൾ പ്രശ്നങ്ങളാണ്. അവിടെ ഇപ്പം ജ്യേഷ്ഠാഭഗവതിയുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ തെറ്റിപ്പിടിക്കാനുള്ള മാർഗ്ഗം അവിടെ ഉണ്ട്. അപ്പോൾ ആ മാർഗ്ഗം എന്താണ്? കണ്ടുപിടിക്കുകയാണ് നമ്മൾ വേണ്ടിയത്. ആ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ജ്യോത്സ്യനെ വിളിച്ച് കബഡി വെച്ച് നോക്കിയതിന് ശേഷം എന്താണ് അവിടുത്തെ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്ന വിഷയം എന്താണ്? ചില ആൾക്കാർ വന്ന് താമസിക്കുന്നതാണോ? ചില അടുത്ത നക്ഷത്രക്കാർ താമസിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വീടിന് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അതെങ്ങനെ കിടക്കുന്ന ഭൂമിയാണ്? വാസ്തു സംബന്ധമായിട്ട് കിടക്കുന്ന ഭൂമിയാണോ? അതിലുള്ള പരിഹാരം അങ്ങോട്ട് ചെയ്യുക. അതിലുള്ള പരിഹാരം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് സ്വസ്ഥതയാകും. അത് തന്നെയല്ല, ഒരു ഇണങ്ങി നിൽക്കുന്ന സമയത്ത് 2 പേരും കൂടെ ഒന്നിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം പൂജാമുറിക്കകത്ത് ചെറിയ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും വഴക്കമുള്ളൊരു ഇതാണ്. കുറേ ഫ്രൂട്ട്സ് മേടിക്കുക, എല്ലാ ദിവസവും കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കുക. ഇത്തിരി ആപ്പിൾ, ഇത്തിരി മുന്തിരി, ഇത്തിരി ഓറഞ്ച്, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്, കൈതച്ചക്ക, ഇങ്ങനെയൊക്കെയുള്ള പേരയ്ക്ക. ഒരു ഫ്രൂട്ട്സ് ഒരു ചെറിയൊരു പ്ലേറ്റിനകത്താക്കി, ഒരു പുതിയ പ്ലേറ്റ് വാങ്ങി ഒരു പ്ലേറ്റിനകത്താക്കി ഒരു നാണയം കൂടെ കഴുകി വെച്ച്, ഒരു വെറ്റയും കൂടെ വെച്ച്, പിതൃക്കന്മാരെ കൂടെ സങ്കല്പിച്ചിട്ട്, എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭൂമിയിലും എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറി ഞങ്ങൾ തമ്മിലുള്ള അന്യോന്യം ഒരു പരസ്പര വിദ്വേഷം മാറണമെന്ന് പറഞ്ഞ് എന്നും അങ്ങോട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന പൂജാമുറിയിലൊന്ന് വെച്ച് നോക്കൂ. ഒരു 21 ദിവസം അടുപ്പിച്ച് വെച്ച് നോക്കൂ. ഒരു 7 ദിവസം കഴിയുമ്പോൾ കാണാം അവിടുത്തെ വഴക്ക് നിൽക്കുന്നത്. ഇത്രയും സാധനം ഒരു പ്ലേറ്റിനകത്ത്, ഒരു ടംബ്ലറിനകത്ത് ആക്കി ശുദ്ധവൃത്തിയോടുകൂടി വെച്ചു കൊടുക്കുക, നിവേദ്യ സഹിതമായിട്ട് വെച്ചു കൊടുക്കുക. അത് ഫലമൂലാദികൾ വേണം. അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ്നെസ് കുറേ കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ പറയുന്നു വെള്ളയും കറുപ്പുമുള്ള പട്ടിയെ വളർത്തുക. ഒരുപാട് വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വെള്ളയും കറുപ്പുള്ള പട്ടിയെ വളർത്തുന്നത് അതിൻ്റെ ശരീരത്തിലോട്ട് ആയിക്കോളൂ എന്നാണ് പറയപ്പെടുക. അല്ലെങ്കിൽ വീടിന് മറ്റൊരു വഴിയൂടെ ഇടുക, അല്ലെങ്കിൽ മറ്റൊരു വാതിലൂടെ ഇടുക. അപ്പോൾ ആ ചേഷ്ട അതിലൂടെ ഇറങ്ങി പോകുമെന്ന് പറയുന്നത് ഇതെല്ലാം വാസ്തുവിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് മിക്കവാറും കുടുംബങ്ങളിൽ അന്യോന്യം ഒരു പരസ്പര വിദ്വേഷവും. ചിലപ്പോൾ 2 പേർക്കും കണ്ട് സമയം മോശമാണെങ്കിൽ ഭസ്മം നുള്ളിയിട്ടാലും ഏക്കുമെന്ന. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. വിശ്വസിക്കാനോട്ട് നമുക്ക് ഒക്കത്തും ഇല്ലാത്തൊരവസ്ഥ വന്നിരാവും. അതിന് ഈ ഒരൊറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സും ഒക്കെ വെച്ച് ആരാധിച്ച് നെയ്വിളക്കും ഒക്കെ തെളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ ആ കുടുംബത്തിലുണ്ടാവും. ഒരു ഐക്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂട്ടത്തിൽ പോയി ഐക്യമത്യ സൂക്തം ശിവക്ഷേത്രത്തിൽ നടത്തുക. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഐക്യമത്യ സൂക്തം നടത്തുക ശിവക്ഷേത്രത്തിൽ. കടുംപായസം നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള കലഹങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.